ഹായ് ഗായ്സ്. ഒരു തീ ഡോക്ടർ തീ. ഡയറക്റ്റ് ടു ദ ടോപ്പിക്. വേടൻ ആൻഡ് ദ ഡോക്ടർ. ഒരു യുവ ഡോക്ടർ നമ്മുടെ റാപ്പർ വേടനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. വേടൻ 2 വർഷമായി എന്നെ പീഡിപ്പിക്കുകയായിരുന്നു, ബലാത്സംഗം ചെയ്യുമായിരുന്നു. അതായത് കേസ് ഇങ്ങനെയാണ്. കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി 5 തവണയോ 6 തവണയോ എത്രയോ തവണ പീഡിപ്പിച്ചു. അത് ഇൻസ്റ്റാഗ്രാമിൽ വയ്യാത്ര പരിചയപ്പെട്ടത്. ഇവർക്ക് വേടനോട് ഒരു ആരാധന തോന്നി. വേടന് ഹായ് എന്ന മെസ്സേജ് അയച്ചു. വേടൻ റിപ്ലൈ കൊടുത്തു. കോഴിക്കോട് നിന്ന് എവിടെയോ വന്ന് ആദ്യമായിട്ട് കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അനുവാദമില്ലാതെ കയറി പിടിച്ച് ചുംബിച്ചെന്നോ. പിന്നീട് അന്ന് തന്നെ 3 ദിവസം കൂടെ താമസിച്ചു ഡോക്ടറുടെ കൂടെ. ഡോക്ടർ പാവാണ്. അപ്പോൾ ഡോക്ടറുടെ കൂടെ 3 ദിവസം താമസിച്ചു. അനുവാദമില്ലാതെ ആയിരിക്കും. എന്നിട്ട് അവിടെ വെച്ച് ഒരുപാട് പീഡിപ്പിച്ചു. പിന്നെ കൊച്ചിയിലുള്ള ഒരു ഫ്ലാറ്റിൽ പീഡനം നടന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെച്ച് പീഡനം നടന്നു. എന്നിരുന്നാലും പിന്നെ അതൊക്കെ കല്യാണം കഴിക്കാമെന്നൊരു വാഗ്ദാനം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വേടൻ ഈസ് ട്രാപ്ഡ്. സോറി ഗായ്സ്, നമ്മുടെ ഡിസ്ക്ലെയിമർ പറയാൻ മറന്നുപോയി. വേടനോടോ ഡോക്ടറോടോ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ പ്രോബ്ലംസോ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. റീസെൻ്റ്ലി വന്ന വാർത്തകൾ പൊതുജന താല്പര്യാർത്ഥം ഒന്ന് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സംശയം ഇതാണ്. അതായത് ഈ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പോയി കൂടെ കിടന്നു കൊടുക്കുന്നത് ഏത് സമ്പ്രദായമാണ്? അത് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? എന്താണ് മനസ്സിലായിട്ടില്ല. ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ തീരെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. ഒരു ഡോക്ടർ MBBS ഒക്കെ പഠിച്ച് പാസ്സായിട്ടുള്ള ആളല്ലേ. ഒരാൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൂടെ കിടക്കലാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ എല്ലാവരും ചോദിച്ചു വരും, ഇവൻ വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നോ, വേടൻ നമുക്കൊരു ബർഡനാണോ അല്ലെങ്കിൽ വേടൻ ഒരു ബേഡനാണോ? അതുള്ളത് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് പറയേണ്ടത് പരാതിക്കാരിയാണല്ലോ. പിന്നെ ഇത്രയും വിദ്യാഭ്യാസവും കാര്യമെല്ലാം ഉണ്ടായിട്ട് ലോകത്തുള്ള ചെറിയൊരു സത്യം മനസ്സിലാക്കാൻ ഈ കുട്ടി പഠിച്ചില്ലേ? സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്, നെവർ. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റൊരു ഇന്ത്യൻ പൗരയോട് ഏത് തരത്തിലുള്ള സെക്ഷൽ റിലേഷനും 2 പേർക്കും അനുവാദമാണെങ്കിൽ ആവാമെന്ന്. ഞാൻ പേഴ്സണലായിട്ട് അംഗീകരിക്കുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ നിയമം വരെ പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇത് ആര് കൊണ്ടുവന്ന വാർത്തയാണാവോ? എത്ര സമയം ഇവന്മാർ വേസ്റ്റ് ആക്കുന്നത് അല്ലേ? മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ കാര്യം ഇതാണ്. പറയുന്നത് കേട്ടു, പരാതിയുടെ ഒരു ഭാഗമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡ്രഗ്സ് നൽകി പീഡിപ്പിച്ചു. അയ്യോ, പാവമാണേ ഇവരൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡോക്ടർമാരല്ലേ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. പരാതിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരാൾ ഡ്രഗ്സ് തന്നപ്പോൾ മിഠായിയാണോ ഇത് കഴിക്കാൻ? ഡ്രഗ്സ് തന്നിട്ട് അതിനെ പീഡിപ്പിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ആദ്യം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കട്ട് ചെയ്തിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. അതിനുശേഷമാണ് പരാതിയായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഒരു സ്ത്രീ എന്ന പരിരക്ഷയും അവരെ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാം. മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അവരെ നമുക്ക് സമ്പൂർണ്ണമായി സംരക്ഷിക്കാൻ മുന്നോട്ട് വരാം. പക്ഷേ ഫസ്റ്റ് അവരെ പ്രൊഫഷനിൽ നിന്ന് അവരെ പിരിച്ചുവിടണം. ആരെങ്കിലും ഒരാൾ ഡ്രഗ് കൊടുത്താൽ ഉടനെ തന്നെ അതിർത്തിട്ട് കഴിച്ചിട്ടാണോ നിങ്ങൾ ഇപ്പം കുറ്റം പറയുന്നത്? എന്താണ് ഡോക്ടറെ ഇത്? ഓക്കെ, എങ്ങനെയായാലും നമുക്ക് പറയാം മനുഷ്യനാണ്, തെറ്റുപറ്റും. അപ്പോൾ ഡോക്ടർ തെറ്റ് പറ്റി, ഡോക്ടർക്ക് ചെറിയ തെറ്റൊക്കെ പറ്റി. പക്ഷെ 2 കൊല്ലം ഡോക്ടറുടെ അണ്ണാക്കിൽ പുണ്ണാക്കായിരുന്നു. ഇതൊന്നും പറയാണ്ട് ഇപ്പം ഇയാൾ ഈ വേടൻ ഒന്ന് ഫെയിം ആയപ്പോൾ വന്നിട്ട് അവനെ എതിരെ പരാതി കൊടുത്തിട്ട് എന്താ ലക്ഷ്യം എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ വാട്ട് എവർ, എന്ത് തന്നെ ആയിരുന്നാലും എല്ലാവിധ മാനുഷിക പരിഗണനകളും അവർ അറിയിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവിധ നീതിയുടെ പ്രൊട്ടക്ഷനും കിട്ടണം. അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് വേടനിലേക്ക് വരാം. വേടാ, നിന്നെ ഞാൻ കണ്ടത് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ഒരു നന്മയായി, ഒരു നന്മയുടെ തീകോളമായി, തിന്മക്കെതിരെയുള്ള തീയായി അയ്യങ്കാളിയെ പോലെ വരുന്നൊരു വേടനെയാണ് ഞാൻ കണ്ടത്. ഇനിയല്ല നീ കള്ളും കഞ്ചാവും അടിച്ച് 2K ഫുണ്ടകളെ ഊക്കിവിടാനുള്ള പരിപാടിയാണെങ്കിൽ വേടാ, നമോ വാഗം.